Hi friends, welcome back to Hello Tech Malayalam. Amazon Great Indian Festival ശേഷം ഒപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിനൊക്കെ ശേഷം പുതിയ സ്മാർട്ട് ഫോണുകളൊക്കെ വെച്ച് എടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയവരൊപ്പം സ്മാർട്ട് ഫോണിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയൊക്കെ കാത്തു നിൽക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയിൽ കണ്ടതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ അപ്ഡേഷൻ ബന്ധപ്പെട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയത്. സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സും ഒപ്പം റാം, പ്രൊസസ്സർ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും ഒപ്പം യൂട്യൂബിലും മറ്റ് ടെക് ഗൈഡ് ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ച് നമുക്കിഷ്ടപ്പെട്ട നല്ലൊരു സ്മാർട്ട് ഫോൺ നമ്മൾ വാങ്ങിച്ചു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടാണ് നമ്മളെല്ലാവരും കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തതിനെക്കുറിച്ചും ഒപ്പം ഇതിൻ്റെ അപ്ഡേഷൻ മുഖേന നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾ നമുക്കുണ്ടാകും. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ നമ്മൾ വാങ്ങിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നോക്കുക. അപ്പം നിലവിൽ ഇപ്പോൾ ഒരുപാടധികം സ്മാർട്ട് ഫോണുകൾ ഇപ്പം ആളുകൾ വാങ്ങിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ അപ്ഡേഷൻ വരാത്ത കാരണത്തെക്കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനമായും ഇതിലൊരു ഇങ്ങനൊരു കാരണം വരുന്നതിലൊരു പ്രധാനപ്പെട്ട ഘടകം സ്മാർട്ട് ഫോണിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്ക് പരമാവധി ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ പെർഫോമൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഒരു 2 വർഷമാണ്. ഈ ഒരു 2 വർഷ കാലയളവ് തന്നെയാണ് ഒരു സ്മാർട്ട് ഫോൺ വിറ്റഴിക്കപ്പെട്ടു പോകാനുള്ള ഒരു കാലയളവ്. 2 വർഷത്തിൽ നല്ലൊരു സെയിൽ ആ ഒരു ബ്രാൻഡ് ആ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും, അതായത് ഇത്രയധികം മാർക്കറ്റിങ്ങും സെയിൽസും നടക്കുന്ന ഒരു സമയത്ത് മാത്രമായിരിക്കും കൃത്യമായി ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പുറകെ ആ ഒരു ബ്രാൻഡ് നടക്കുക. കാരണം കസ്റ്റമേഴ്സിനുള്ള ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്, ഒപ്പം എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബേസ് ചെയ്ത് 2 കൊല്ലത്തേക്ക് അവർ കൃത്യമായി നോക്കും. ഈ ഒരു കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ പുതുമകൾ വേണ്ട കാര്യങ്ങളും ഒപ്പം വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ടും കൃത്യമായ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റൊരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചുള്ള ഒരു പ്രൈസ് റേഞ്ച് വളരെ മികച്ച രീതിയിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുക. അവരിതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ബേസ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ ആ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സ്മാർട്ട് ഫോൺ അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുറകെ 2 വർഷം അവർ കൃത്യമായി നടക്കും. ഈ ഒരു 2 വർഷ കാലയളവിലായിരിക്കും നമുക്ക് സ്മാർട്ട് ഫോണിലും കൃത്യമായ സെക്യൂരിറ്റി പാച്ച് ലെവലുള്ള അപ്ഡേഷൻസും ഒപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 നിന്ന് 11 അല്ലെങ്കിൽ പുതിയ OS വരുമ്പോൾ അതിലേക്കുള്ള അപ്ഡേഷൻസും ഒക്കെ ഇവർ നൽകുക. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ 2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം 1.5 വർഷത്തിന് ശേഷം മിക്ക സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റേബിളായിട്ട് വരുന്ന രീതിയിലേക്ക് അപ്ഡേഷനൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഏകദേശം മാക്സിമം 2 കൊല്ലത്തേക്കാണ് മിക്ക അപ്ഡേഷൻസ് വരിക. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 2 കൊല്ലം കഴിഞ്ഞ സ്മാർട്ട് ഫോണുകളാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അപ്ഡേഷൻ സെക്യൂരിറ്റി പാച്ചിലുള്ള അപ്ഡേഷൻ മാത്രമായിരിക്കും. അതുകൂടാതെയുള്ള മറ്റ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിലവിൽ ചില സ്മാർട്ട് ഫോണുകൾ, അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള സ്മാർട്ട് ഫോണുകളാണെങ്കിൽ ആ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സീരീസിലൊക്കെ വല്ലപ്പോഴുമായിരിക്കും അവർ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മാർട്ട് ഫോണുകൾക്ക് ഒരു 2.5 കൊല്ലം കൂടിയൊക്കെ ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ അപ്ഡേഷൻസ് നൽകാറുണ്ട്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ അപ്ഡേഷൻ സംബന്ധിച്ച് ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പം ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവധി അനുസരിച്ച് മാത്രമായിരിക്കും ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഓരോ ബ്രാൻഡും നൽകുക. പിന്നെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആൻഡ്രോയിഡ് എന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഓപ്പണായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മറ്റു ബ്രാൻഡുകൾ ഇതെടുത്ത് അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ്ഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും UIകളും ഒക്കെ നമുക്ക് കിട്ടുക. ഓരോ ബ്രാൻഡുകൾക്കും അതായത് രീതിയിലുള്ള UIകളുണ്ട്. സാംസങ് ആണ് സാംസങ് One UI ഉണ്ട്, OnePlus ആണ് ഓക്സിജൻ OS, ഓപ്പോ ആണ് കളർ OS, അങ്ങനെ നിരവധി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് UI ബേസിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു UI മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്, അതായത് പ്യൂർ ആൻഡ്രോയിഡിനെ മാറ്റിയെടുത്ത് ഇവരുടേതായ രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപാടധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്കറിയാം, ഒരുപാടധികം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടാറുണ്ട് പല പ്രൈസ് റേഞ്ചിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും ഒപ്പം ചീപ്പർ പ്രൈസ് റേഞ്ചിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതുമായ സ്മാർട്ട് ഫോണുകളാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൊണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാമിംഗ് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. ഒരു 2 വർഷത്തേക്കൊക്കെ ആയിരിക്കും ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കൃത്യമായ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അവർ തരുന്നതിൻ്റെ ഒരു മറ്റൊരു കാരണം കൂടി. ഇനി സ്മാർട്ട് ഫോൺ അപ്ഡേഷൻ എപ്പോൾ ചെയ്യണം, എപ്പോൾ ചെയ്യണ്ട തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പറയാം.
നിങ്ങളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു. ഒരു സ്മാർട്ട് ഫോൺ സാധാരണ ഇപ്പം നിലവിൽ നമുക്ക് 1 വർഷം വരെയാണ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് നമുക്ക് 1 വർഷത്തിനുള്ളിൽ വരുന്ന ഏത് അപ്ഡേഷൻസും നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു അപ്ഡേഷൻ തന്ന ആ അപ്ഡേഷൻ എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഒരു ബഗ്സൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി പുതിയ അപ്ഡേറ്റൊക്കെ അവർ തരും. കൂടാതെ നിങ്ങൾക്ക് മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വാറണ്ടി ചെയ്തുകൊണ്ട് പുതിയ സ്മാർട്ട് ഫോണിലേക്ക് മാറാനോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങിച്ചു നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുമ്പോൾ 1 വർഷത്തിനുള്ളിലുള്ള അപ്ഡേഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അപ്ഡേഷൻസ് ആയിക്കോട്ടെ, ഒപ്പം സെക്യൂരിറ്റി പാച്ച് ലെവൽ അപ്ഡേഷൻസ് ആയിക്കോട്ടെ, ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച ശേഷം പുതിയ ഫീച്ചേഴ്സുകൾ കൂടി ആഡ് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സ് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ ഈ 1 വർഷത്തിനുള്ളിലാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അപ്ഡേഷൻസ് വരുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. പുതിയ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ വാറണ്ടി പീരീഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 കൊല്ലം 2 കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ 1.5 കൊല്ലത്തിന് ശേഷമൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ വരികയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് നിങ്ങൾ വന്ന് കിടപ്പുണ്ടെങ്കിലും സ്മാർട്ട് ഫോണിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒപ്പം തന്നെ റിവ്യൂസ് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക. കാരണം ഈ ഒരു വർഷത്തിന് ശേഷമുള്ള അപ്ഡേറ്റുകൾക്ക് അവർ കൃത്യമായ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നൽകാറില്ല. അതായത് ഒരു അപ്ഡേഷൻ വന്നു, അല്ല ബഗ്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചില ബ്രാൻഡുകൾ മാത്രമാണ് അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള സീരീസിലുള്ള സ്മാർട്ട് ഫോണുകൾ മാത്രമാണ് പുതിയ അപ്ഡേഷൻസ് വഴി ഈ ഒരു ബഗ്സ് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ, ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആദ്യകാല പെർഫോമൻസിനനുസരിച്ച് ഇപ്പം അത്ര വലിയൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അപ്ഡേഷൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചില ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്ലോസ് ആയി പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില സമയത്ത് സംഭവിക്കാറുണ്ടായിരുന്നു. അത് അവർ കുറച്ച് നാൾ ഒരു 3 മാസത്തോളം ശേഷമാണ് പുതിയൊരു അപ്ഡേഷൻ വന്നപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചുകൊണ്ട് ഒരു അപ്ഡേറ്റ് തന്നത്. അതായത് അത്രയും കാലയളവ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ OS അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഒരുപക്ഷെ എല്ലാ ബ്രാൻഡുകളും അങ്ങനെ ചെയ്യണമെന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരണമെന്നില്ല. അതായത് ഈ ബഗ്സ് ഉൾപ്പെട്ടുള്ള ആ ഒരു OS തന്നെ നമ്മൾ പിന്നീട് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു 1.5 കൊല്ലത്തിന് ശേഷമാണ് എങ്കിൽ നിങ്ങൾ കൃത്യമായ ഒരു ആലോചിച്ചതിന് ശേഷം, കൃത്യമായി നിങ്ങൾ ആളുകളുമായിട്ടൊന്ന് ചോദിച്ചതിന് ശേഷം, ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം സ്മാർട്ട് ഫോണിന് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഒരു 75% വരെ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. ചില സ്മാർട്ട് ഫോണുകളിലൊക്കെ ചില മേജറായിട്ടുള്ള ഇഷ്യൂസൊക്കെ കാണാറുണ്ട്. കോൾ പോകാതിരിക്കാൻ, നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, ഒപ്പം ക്യാമറ ഓപ്പൺ ആകാതെ വരിക, ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണാതെ പോവുക, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ അത് സംഭവിക്കാറുണ്ട്. ചെറിയ ബഗ്സാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഒരു OS അപ്ഡേറ്റ് കൂടി അത് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില ബ്രാൻഡുകൾ ആ ഒരു OS അപ്ഡേഷൻ നൽകാറില്ല. എന്തുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഒരു 2 വർഷത്തിന് ശേഷമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഡേഷൻസ് ഒക്കെ വരുന്നതെങ്കിൽ കൃത്യമായി നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല എങ്കിൽ കുറച്ച് നാളത്തെ ഒരു 2 ആഴ്ചയോളം 3 ആഴ്ചയോളം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില ആയിട്ടുള്ള ആളുകളൊക്കെ, ടെക്കീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും നല്ലൊരു ലൈഫ് എന്ന് പറയുന്നത് 2 കൊല്ലമാണ്. ഈ 2 കൊല്ലം ഉപയോഗത്തിന് ശേഷം സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ബഗ്സ് അടങ്ങിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേഷൻസൊക്കെ ചില ബ്രാൻഡുകളൊക്കെ നൽകാറുണ്ട് എന്നുള്ളതാണ്. എത്രമാത്രം ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണെന്നറിയില്ല, പക്ഷേ ചില ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള ബഗ്സ് കാരണം അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അതായത് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ്, ഒപ്പം തന്നെ ഓവർ ഹീറ്റിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്ഡേഷൻസ് വഴി ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഒപ്പം ഇതിൽ ബഗ്സ് അടങ്ങിയ ഒരു അപ്ഡേഷൻ നൽകിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ബഗ്സ് അടങ്ങിയ ഒരു അപ്ഡേഷൻ ചിലപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻസോ അല്ലെങ്കിൽ അവർ ഈ ഒരു കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപ്ഡേഷൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും വ്യക്തമാക്കാതുള്ള ഒരു അപ്ഡേഷൻ ആയിരിക്കും ഇത് തരിക. അപ്പം നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഒരു സ്മാർട്ട് ഫോണിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പുതിയൊരു സ്മാർട്ട് ഫോണിലേക്ക് മാറേണ്ടി വരും. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പം നിങ്ങൾക്കൊരു 2 കൊല്ലത്തിന് ശേഷമാണ് നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോണിൽ അപ്ഡേഷൻ വരുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് വെയിറ്റ് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല എങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെല്ലാം നിങ്ങൾ ഒരു നല്ല വില കൊടുത്തൊരു വാങ്ങിച്ചൊരു സ്മാർട്ട് ഫോൺ ആണ് എങ്കിൽ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളൊക്കെ ആണ് എങ്കിൽ
തീർച്ചയായും നിങ്ങൾ റിവ്യൂസൊക്കെ ഒന്ന് നോക്കി ഒന്ന് വെയിറ്റ് ചെയ്ത് ആളുകളുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അവിടെ നല്ലത്. കാരണം ഈ ഒരു അപ്ഡേറ്റ് വഴി ഓൾറെഡി നിങ്ങളുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ 1 ഇയറിനുള്ളിൽ തീർന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു 1 ഇയറിനുള്ളിൽ തീർന്നിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് വാറണ്ടിയൊക്കെ തീർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് മേജറായിട്ടുള്ള ഇഷ്യൂസ് വരികയും നിങ്ങൾ ഷോപ്പുകളിലൊക്കെ കൊടുത്ത് ചിലപ്പോൾ പഴയ OSലേക്കൊക്കെ മാറേണ്ടി വരും. അപ്പോൾ ഡേറ്റാസൊക്കെ പോകും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ ഒരു 2 കൊല്ലത്തിന് ശേഷമുള്ള അപ്ഡേഷൻസ് മാക്സിമം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്ററായ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഒരു സ്മാർട്ട് ഫോണിലെ OS അപ്ഡേഷൻ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഒത്തിരിയധികം ആളുകൾ ഓഫറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ നല്ല സ്മാർട്ട് ഫോണുകളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു അപ്ഡേഷൻ സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റ് ഉപകാരപ്രദമാകുന്ന പുതിയ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഇതുപോലൊക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.